your attendance now. All of you can mark your attendance. Then activities of our fourth portion. First one is who am I and circle my picture. Okay. Chedittundo adu? Who am I and circle my picture. Okay. The first one, I'm a wild animal. Okay. I'm a wild animal. So which one is a wild animal? A cat or a tiger? Miss, page number 3. Page number 166. Tiger, Miss. Tiger. Yes, tiger is a wild animal. Then I lay eggs. Monkey or hen? Who lays? Hen. Hen. Yes. I pull carts. Horse or a duck? Horse. Horse. Yes. Okay, okay. I live in a shed. Cow or fox? Yes, cow. Yes, cow lives in a shed. Then yes, fifth one. I live in a stable. Hen or horse? Yes, yes, yes. Then color brown for wild animals, color green for farm animals, and color pink for pet animals. So bear is a wild animal. So അതുകൊണ്ട് അവിടെ a brown color കൊടുത്തിട്ടുണ്ട് അല്ലേ? So അതുപോലെ ചെയ്യേണ്ടതാണ്. ചെയ്തിട്ടുണ്ടാവുമല്ലോ? Yes or no? Yes. Yes. Okay. Then okay. Then can you keep a lion? So think an answer. Activity D. Think an answer. Can you keep a lion as a pet? Why? Think of 2 other animals that cannot be kept as pets. Okay. Can you keep a lion as your pet? Yes or no? Can you keep a lion as your pet? No. Why? Why? No. Yes. Yes. Lion is a wild animal. Yes. Yes. Okay, lion is a wild animal. So we cannot keep a lion as our pet. So think of 2 other animals that cannot be kept as pets. The other animals we cannot keep our pets. Yes, tiger. Tiger. Yes, tiger, cheetah, bear. Okay, കുറേ animals ഉണ്ടല്ലേ നമുക്ക് pet ആയിട്ട് വളർത്താൻ വേണ്ടി പറ്റാത്തത്. Zebra, bear, lion, tiger. Okay, cheetah. Okay, these are wild animals, so we cannot keep them as our pets. Okay, then your teacher will divide the class into 3 groups. Each group will make a poster on one of the following: wild animal, farm animal, and pet animal. So നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ്. സോ ഇതിൽ വൈൽഡ് ആനിമൽ, ഫാം ആനിമൽ ആൻഡ് പെറ്റ് ആനിമൽ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആനിമൽസിന്റെ കാറ്റഗറി എടുക്കുക. മീൻസ് വൈൽഡ് ആനിമൽ ആണെങ്കിൽ take a chart paper and paste photos of some wild animals. And do you like farm animals? Take a chart paper and paste photos of some farm animals. So like that to do this project. Okay. മനസ്സിലായോ? ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആനിമൽസിനെ, വൈൽഡ് ആനിമൽസ് ആണ് എടുക്കുന്നതെങ്കിൽ ചാർട്ട് പേപ്പറിന്റെ മുകളിൽ എന്ത് വൈൽഡ് ആനിമൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, വൈൽഡ് ആനിമൽസിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഫാം ആനിമൽസിന്റെ പിക്ചേഴ്സ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ അതാണ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതെങ്കിൽ ഫാം ആനിമൽസിനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഫാം ആനിമൽ എന്ന് ഹെഡ്ലൈൻ കൊടുക്കുക. അവിടെ കുറെ ഫാം ആനിമൽസിന്റെ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കുക. കഷ്ണം പേപ്പറിലും ബുക്കിന്റെ പേജിലും ഒന്നും ചെയ്യരുത്. നല്ല ഭംഗിയായിട്ട് ചാർട്ട് പേപ്പറിൽ തന്നെ ചെയ്യാം. ക്ലിയർ? Yes, okay. Yes, then fun to do. Join the dots and color the picture. Okay. ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളോട് yes. മാത്സിൽ പ്രൊജക്ട് ചെയ്ത മിസ്സിലേക്ക് ഇന്നലെ അയച്ചാന്ന് വെച്ചിട്ടുണ്ടായിനി. ആണോ ഭാവിക? ആ മിസ് നോക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ മിസ്.
Okay. Then join the dots and color the picture. ചെയ്യാൻ വേണ്ടി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഡോട്ട് ജോയിൻ ചെയ്തിട്ട് പിക്ചറിന് കളർ ചെയ്യുക. ഇറ്റ്സ് എ ക്യാറ്റ് അല്ലേ? ക്യാറ്റിന്റെ പിക്ചർ ആണ് അല്ലേ? യെസ് ഓർ നോ? അല്ലേ? ക്യാറ്റ് അല്ലേ ഇത്? യെസ്. ഓക്കെ ഓക്കെ യെസ്. Then life skill. Here are some ways to be a good pet owner. How to care of our pets. To be a good pet owner. നല്ല ഒരു യെസ് ഇഷാൻ. യെസ്, വെരി ഗുഡ്. നന്നായിട്ടുണ്ട് ഇഷാൻ. ക്യാറ്റിന്റെ ഡോട്ട് ഒക്കെ ഫില്ല് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. സോ ലിസൺ. How to be a good pet owner. Okay, look at the പേജ് നമ്പർ 167. ആ ക്യാറ്റിന് നമ്മളിപ്പോ കൊടുത്തതിന്റെ താഴെ കണ്ടോ 3-4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹൗ ടു ബി എ ഗുഡ് പെറ്റ് ഓണർ. നല്ല ഒരു പെറ്റിന്റെ അല്ലെ, നമുക്ക് നല്ല ഒരു പെറ്റിന് നമുക്ക് എങ്ങനെയൊക്കെ കെയർ ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഒരു പെറ്റ് ഓണർ ആവാൻ നമ്മുടെ പെറ്റിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, പെറ്റിനെ നമ്മുടെ പെറ്റ്സിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. സോ നമ്മുടെ ലിസൺ. A pet is like a member of your family. It needs love and care. Okay, our pet animal is a member of our family. Okay, നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പെറ്റ്സിനെ നോക്കാൻ വേണ്ടി അല്ലേ? നന്നായിട്ട് അതിന് കെയർ ചെയ്യണം, നല്ല സ്നേഹം കൊടുക്കണം അല്ലേ? It needs love and care. Then get to know your pet's like and dislikes. So we get know to the likes and dislikes of our pets. നമ്മുടെ പെറ്റിന്റെ, നമുക്കുള്ളത് ഡോഗ് ആണോ ക്യാറ്റ് ആണോ, അതിന്റെ ലൈക്സും ഡിസ്ലൈക്സും നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ആർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? ഇഷ്ടവും ഇഷ്ടമില്ലാത്തതും അല്ലേ? അതിന് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്. അതിന് ഇഷ്ടമില്ലാത്ത സാധനമൊക്കെ, ഇഷ്ടമല്ലാത്ത ഫുഡ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലെ? അപ്പൊ അതിന് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ഗെറ്റ് ടു നോ യുവർ പെറ്റ്സ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ദെൻ find time to play with your pet. So always find the time to play with your pets. Okay, ഹസൻ എന്താണ് ചെയ്യുന്ന? ഹസൻ നേരെ ഇരുന്നേ. ഫൈൻഡ് ടൈം ടു പ്ലേ വിത്ത് യുവർ പെറ്റ്. നമ്മുടെ പെറ്റിന്റെ കൂടെ കളിക്കാനും അതിനെ കെയർ ചെയ്യാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം അല്ലെ? നെവർ ടീസ് യുവർ പെറ്റ്. ഒരിക്കലും നമ്മുടെ പെറ്റിനെ എന്ത് ചെയ്യരുത്, ടീസ് ചെയ്യരുത് അല്ലെ? ടീസ് ചെയ്ത് അതിനെ നമ്മൾ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും അതിനെ വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, എന്താണ് ഇഷാൻ? ടീസ് എന്ന് വെച്ചാൽ എന്താണെന്നാണോ? നമ്മൾ ആവശ്യമില്ലാതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് കേട്ടോ. വെറുതെ നമ്മൾ അതിനെ എന്താണ് ഇണക്കാൻ ശ്രമിച്ചിട്ട് ആവശ്യമില്ലാതെ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. ഓക്കെ, നെവർ ടീസ് യുവർ പെറ്റ്. ഓക്കെ, ദീസ് ആർ സം വേസ് ടു ബി എ ഗുഡ് പെറ്റ് ഓണർ. A pet is like a member of your family and it needs love and care. Get to know your pet's like and dislike. So find time to play with your pet and never tease your pet. Then നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ എഴുതാനുണ്ട്. ബാക്കി ആക്ടിവിറ്റി ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു. പ്രോജക്റ്റ് മറക്കാതെ മിസ് പറഞ്ഞതുപോലെ ചെയ്യുക. Then നെക്സ്റ്റ് നമുക്ക് നമ്മുടെ 5th പോർഷൻ ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാനുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അതിലുള്ളത്. വാട്ട് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്? ഓക്കെ, ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ്? ഡൊമസ്റ്റിക് ആനിമൽസ് എന്താണ്? ദ ഫാം ആൻഡ് പെറ്റ് ആനിമൽ ടുഗദർ കോൾഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. ആൻഡ് കൗ, then cat, dog, horse, goat are some domestic animal. അത്രയാണ് അതിൽ എഴുതേണ്ടത്. മിസ് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക്, ബട്ട് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. Then write the name of 2 farm animals and help us in our work.
ടു ഫാം ആനിമൽ ഹെൽപ്പ് us in your work. നമ്മുടെ ജോലികളിൽ നമ്മളെ സഹായിക്കുന്ന 2 ഫാം ആനിമൽസിന്റെ പേരാണ് എഴുതേണ്ടത് അല്ലേ? ഏതൊക്കെയാണ്? ഹോഴ്സ്, ക്യാമൽ, ദെൻ ഇതൊക്കെ ഫാം ആനിമൽ ആണ് അല്ലേ? ഇത് നമ്മുടെ ജോലികളിൽ നമ്മളെ സഹായിക്കാറുണ്ട്. ഡോങ്കീസ് ആർ സം ഫാം ആനിമൽസ്. ദേ ആർ help us in our work. Then next, how do you take care of your pet? Last നമ്മൾ പഠിച്ചത് caring for our pets. How to take care of our pets. Give our pets fresh food and clean water. So take our pets to a doctor when they fall ill. Then pets, give our pets fresh food and clean water. Keep our pets clean. Then take our pets to a doctor when they are falling ill. അല്ലേ? അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ പെറ്റിന് നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക, അതിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക അല്ലെ? നല്ല ഫ്രഷ് ഫുഡും വെള്ളവും കൊടുക്കുക. ദെൻ എപ്പോഴും ക്ലീൻ ആയി വൃത്തിയായിട്ട് അതിനെ കെയർ ചെയ്യാം. സോ അത് 3ആണ് അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉള്ളത്. സിമ്പിൾ ആയിട്ടുള്ള പോർഷനും ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ്. ഓക്കെ, then let's start our 5th portion. Okay, then 5th portion തുടങ്ങുന്നതിന് മുമ്പ് മിസ് നിങ്ങളെ കൊണ്ട് നമ്മുടെ ഈ 4th പോർഷൻ ഒന്ന് വായിക്കാം. നമുക്ക് കുറെ ആയില്ലേ നമ്മൾ വായിക്കാത്തത്. ഓക്കെ, എന്നിട്ട് നമുക്ക് 5th പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. Then take the first page of our 4th portion. Animals, our friends. Okay, animals, our friends. Then, okay, Diona, please unmute. Okay, read that portion. The first 2 sentences. അവിടെ 2 ചെറിയ സെന്റൻസ് ഉണ്ട്, അതോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സം ആനിമൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. Some animal live in forest. Yes, some animals lives in forest. Then they are called wild animals. Some animals lives in forest. They are called wild animals. Wild animals. Some wild animals. Monkey, lion, zebra, kangaroo, giraffe, dinosaur, Rhinoceros. Then dinosaurs. Some animals like all farms or at home. With ups. ഓക്കെ ഡിയോണ, നന്നായിട്ട് വായിക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് നന്നായി വായിക്കണം, എന്നാലേ വായിക്കാൻ കിട്ടൂ. ഓക്കെ, ദെൻ ഗാത്രി ബാക്കി വായിച്ചു മോളെ. ഇത് ലക്ഷ്മിയാണ്. ഗാത്രി അൺമ്യൂട്ട് ചെയ്ത് മോളെ. Domestic animals are
or two kinds farm animals and pet animals. Then farm animals. Farm animals. Hmm. Cows, ducks, bullocks, horses, and ants. Ducks are farm animals. Farm animals are used for to us. Okay, okay, Gayatri. Then Hadi, Abdul Hadi. Baki vaichu mone. Cows, family, cows, farm animals. Some give us food. മുതലാണ് വായിക്കേണ്ടത്. Some give us food. Some give food. Cow give us milk. Hen and duck some legs. Hen and the ducks lay eggs. Okay, then Baki. Some help us in our work. Horses, camel, and bullocks, pull carts. Okay, okay, Hadi. Then Christoph. Bullocks, block, field, dog, camel, chariot, lots. Okay, Christoph. Okay, okay. Then Godwin. There are special shelters for farm animals. Hens are kept in a coop. Holes are kept in a stable. Cows are kept in a shed. Okay, Mona Godwin.
Then Shruta. Next, pet animals. Shruta, please unmute. Shruta, unmute ചെയ്തേ. Okay. Pet animals. Shruta, എന്താ അവിടെ ചെയ്യുന്ന വാശി മോളെ? എന്താണ്? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, എന്താണ്? പേജ് നമ്പർ എത്ര? പിന്നെ എവിടെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ശ്രുത? വായിക്കാൻ പറയുമ്പോഴാണോ പേജ് നമ്പർ ചോദിക്കേണ്ടത്? ആണോ? 166 എന്ന് പറയുമ്പോ അത് എത്രയാ? മിസ് എത്ര സമയമായി? നമ്മുടെ 4th പോർഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4th പോർഷൻ വായിക്കാണ്. ഓരോരുത്തരെ കൊണ്ട് ഇത്രയും വായിപ്പിച്ചു. ശ്രുത എവിടെയാണ് ശ്രദ്ധിക്കുന്നത് ശ്രുത? Then Azim. Pet animals. Animals are Animals that live ബുക്കിൽ നോക്ക് നസീം. ബുക്കിൽ നോക്കി വായിക്ക്. home. I don't know. Animals that live at home with us. With us. സമജ്ന വായിച്ച മോളെ. Okay. Pets animal. സമജ്ന റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലോ മോളെ. Okay, then Avedya. Rano, Ringo, Ali, Jit, and Manoj are friends. All of them have pets. Let's us read about their pets. Ringo has a pet dog. Its name is Taffy. Ringo and Grandma take
Taffy out for a walk every day. Taffy wags its tail when it is happy. Ringu loves Taffy. Okay, okay, Avedya. Then Srishna. Next paragraph, Srishna. Ali has 4 kinds of fish. He keeps them in a Ali keeps them food a day. Okay, okay, Srishna. Okay, Srishna, fine. Then Ishan. Ishan, next paragraph. Ali has 4 kinds of fish. That already vaaichu ketta Ishan. Okay. Already adipa Srishna vaaichu. Next. Dilly has a turtle. Its name is Lizzie. It likes to eat lettuce. Okay, then. Miss Okay, okay. Then Devapriya. Enda Ishan? Manoj has a Devapriya ഒരു സെക്കൻഡ് മോളെ. Miss, I have a doubt. എന്താണ്? ബുള്ളോക്സും ബുള്ളും ഒന്നാണോ? ബുള്ളോക്സും ബുള്ളും ഒന്നാണ് കേട്ടോ. Then Devapriya. Manoj has a parakeet. Its name is Molly. Manoj does not keep Molly in a cage. എന്താ ദേവപ്രിയ? Next, caring for our pets. For our pets are our friends. They need our love and care. We should give our pets fresh food and clean water. എന്താണ് ദേവപ്രിയ? Keep our pets clean. Take our pets to a doctor when They fall ill. Okay. Okay, fine. So, listen. അപ്പോൾ നമ്മൾ ഈ പോർഷനിൽ പഠിച്ചിട്ടുള്ളത് about
animals, and they are wild animals, farm animals, pet animal, domestic animal, and how to take care of our pets. Okay. So animals lives in forests are called wild animal. So animals kept in farms are called farm animal, and kept in our home as our pets are pet animal. And then the farm animal and the pet animal together called the domestic animals. And then take care of our pets, give our pets to fresh food and clean water, and they keep always clean, and take care of our pets when they are falling ill, and take them to a doctor when they are falling sick. Okay. Then ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇനി ഉള്ളത്. 2-3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓൾറെഡി മിസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇന്ന് തന്നെ അത് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എഴുതി പെട്ടെന്ന് തന്നെ നോട്ടിലേക്ക് എഴുതി എടുക്കാം, എന്നിട്ട് പഠിക്കുക കേട്ടോ. ചെറിയ 2-3 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. ഓക്കെ, പഠിക്കുകയും ചെയ്യണേ. ദെൻ പോർഷൻ 2-ല് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇല്ലായിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ നന്നായിട്ട് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, വായിക്കാത്തോണ്ടാണത് കേട്ടോ. ബാക്കിയുള്ളവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കാം. ഇപ്പൊ ടൈം തീരാണ്. ഓക്കെ, ദെൻ നന്നായി വായിച്ചു നോക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. ഈ തപ്പിത്തടഞ്ഞ് വായിക്കരുത്, നല്ല ബുദ്ധിമുട്ടാണല്ലോ വായിക്കാൻ. അത് വായിച്ചു നോക്കാത്തോണ്ടാണ്. പോർഷൻ അവിടുന്ന് 1-2 തവണ വായിച്ചിട്ട് എണീറ്റാ മതി. ഇനി നെക്സ്റ്റ് ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? ഇനി ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മുടെ മാത്സിന്റെ ക്ലാസ് അല്ലേ ഉള്ളത്, 10:45. ഓക്കെ, ദെൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. ഓക്കെ.